നല്ല മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പാലാരിവട്ടത്ത് നിന്ന് നിതിൻ സേവ്യർ തത്സമയം നമുക്കിപ്പോൾ ഉണ്ട്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. നിതിൻ, പാലാരിവട്ടത്ത് എങ്ങനെയാ രാവിലെ? മഴ അല്പം ഒന്ന് ശമിച്ചോ? ചെറിയൊരു ആശ്വാസം ഉണ്ടോ? വെള്ളക്കെട്ടുണ്ടോ? യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഡോക്ടർ അനിൽകുമാർ, എറണാകുളം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ രാത്രിയും കനത്ത മഴയായിരുന്നു. രാവിലെയും വലിയ മഴ തന്നെ എറണാകുളം ജില്ലയിൽ പെയ്യുന്നുണ്ട്. ഇടവിട്ടിടവിട്ട് ഇപ്പോൾ ഒരു ശക്തമായ മഴ പെയ്ത ശേഷം പിന്നീട് കുറച്ചു നേരം ചാറ്റൽ മഴ, പിന്നീട് വീണ്ടും മഴ ശക്തമാകുന്ന ഒരു കാഴ്ചയാണുള്ളത്. നമ്മളുള്ളത് പാലാരിവട്ടം മാർട്ടിൻ ഡെ പോറസ് പള്ളിയുടെ സമീപത്താണ്. ഇവിടെ നമുക്ക് ഈ കാണാൻ സാധിക്കും, ഇവിടെ പ്രത്യേകിച്ച് മെട്രോയുടെ പണി കൂടി നടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു തിരക്ക് സ്വാഭാവികമായി തന്നെ ഉള്ളതാണ്. അതിനൊപ്പം തന്നെയാണ് ഈ കനത്ത മഴയിൽ ഇവിടെ ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. റോഡിന് ഇരുവശത്തും, ഈ റോഡിലും ഒപ്പം തന്നെ ഈ മെട്രോയുടെ പണി നടക്കുന്ന സമീപത്തുമൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ട്. അതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കും രൂക്ഷമായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മണിക്കൂറുകളായി ഇവിടെ വാഹനങ്ങൾ ഇത്തരത്തിൽ വളരെ വേഗത കുറഞ്ഞ് മുൻപോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ബ്ലോക്ക് ഇപ്പോൾ കലൂര് വരെ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഈ മഴ കൂടി വന്നതുകൊണ്ട്, അല്ലാതെ തന്നെ ഇവിടെ മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് ഇത്തരത്തിൽ വലിയ ബ്ലോക്ക് ഇവിടെ സാധാരണ തന്നെ ഉണ്ടാകുന്നതാണ്. അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ മഴ കൂടി പെയ്ത് വെള്ളക്കെട്ട് കൂടി ഉണ്ടാകുന്നത്. വെള്ളക്കെട്ട് ഉണ്ടാകുന്നതോട് കൂടി തന്നെ വീണ്ടും ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് ബൈക്ക് യാത്രികർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ അനിൽകുമാർ. ഓക്കെ, താങ്ക് യു. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴ പെയ്താൽ അപ്പം വെള്ളക്കെട്ട്, അതാണ് അവസ്ഥ. നമ്മുടെയൊക്കെ നഗരാസൂത്രണം എത്രമേൽ മോശമാണ് എന്നുള്ളതാണ്. പല വിദേശ രാജ്യങ്ങളും പോയി നോക്കണം. മഴ പെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ വെള്ളം ഒഴിച്ചു പോകേണ്ട വഴിയിലൂടെ പോകും. തീരദേശത്ത് പ്രളയം ഉണ്ടാകുമ്പോഴാണ് അതല്ലാതെ സംഭവിക്കുക. ഇവിടെ പ്രളയമൊന്നും വേണ്ട. ഒരു 2 മണിക്കൂർ നഗരത്തിൽ ശക്തമായിട്ട് മഴ പെയ്താൽ മതി. തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും കുറച്ചൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ടെങ്കിലും മൊത്തമൊന്നും ശരിയായിട്ടില്ല. അതാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.